നമുക്ക് വേണം വികസിത ഇന്ത്യ, നമുക്ക് വേണം വികസിത കേരളം എന്ന മഹത്തായ മുദ്രാവാക്യം രാജ്യത്തിന് വേണ്ടി നൽകിയ സന്ദേശം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളോടൊപ്പം അണിചേരാൻ തീരുമാനമെടുത്ത് ഉറപ്പിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ മുന്നിൽ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം ഏറ്റെടുത്തത്. ഈ അവസരത്തിൽ ഒന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. മഹത്തായ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെയും ഈ കൊച്ചു കേരളത്തെയും സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ലോക ഭൂപടത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഭരണതന്ത്രജ്ഞനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക ജനതയുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഇന്ന് 6 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടത്തിലാക്കി ഭരണം നടത്തുന്ന LDFനെ ഈ ഭരണത്തിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് വരും എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരള സംസ്ഥാനത്തെ ഭരിച്ച് നശിപ്പിച്ച UDF എന്ന് പറയുന്ന ആ പ്രസ്ഥാനവും അപകടകരമാണ് ഒന്നുപോലെ എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളീയ ജനസമൂഹം ഒന്നാകെ ഈ രണ്ട് മുന്നണികളെയും മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ പടനയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ NDA അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി ഈ കേരള ജനസമൂഹം ഒന്നാകെ അണിനിരക്കണം. വോട്ട് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയെ NDA അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും രണ്ട് ആപൽക്കരമായ മുന്നണികളെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ് അകറ്റി നിർത്തുന്നതിനും തയ്യാറാകണമെന്ന വിനയപൂർവ്വമുള്ള അഭ്യർത്ഥനയോടുകൂടി BJPയുടെ ഒരു എളിയ പ്രവർത്തകനായി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇന്നും നിലകൊള്ളും എന്ന് ഈ അവസരത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ മുന്നിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ആദരണീയനായ ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പടനായകനായ ഇന്ത്യയുടെ പടനായകനായ നരേന്ദ്രമോദിജിയുടെയും കരങ്ങൾക്ക് ശക്തി പകരുവാൻ എൻ്റെ എളിയ പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്ന് ഉത്തമ വിശ്വാസമുണ്ട്. ഞാനതിവിടെ സമർപ്പിക്കുന്നു. കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ജി, ജനറൽ സെക്രട്ടറി സുരേഷ് ജി, എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ റബ്ബർ കർഷകരുടെ സംഘടനയായ NFRPSഉം നാഷണൽ ഫെഡറേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയും കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സേവ് കേരള എന്ന സംഘടനയും കൂടി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളദേശം രാഷ്ട്രീയ പാർട്ടി. ഞങ്ങൾ 2025 രൂപീകൃതമായത്. പക്ഷേ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുന്നത് ബഹുമാനായ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളദേശം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് BJPയിൽ ഞങ്ങളുടെ പാർട്ടി ലയിക്കുന്നത്. അമാലിമഗേഷൻ ലയിക്കുകയാണ്. ഇന്ന് മുതൽ കേരളദേശം പാർട്ടിയുടെ ഏതാണ്ട് 5 ലക്ഷത്തിലധികം അംഗത്വമുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയിലെ സഹോദരങ്ങളുമായി തൊഴിലോട് ചേർന്ന് നിന്നുകൊണ്ട്
പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളം BJPയുടെ കൈകളിൽ എത്തിക്കണം. BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി കേരളത്തിൽ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളദേശം പാർട്ടി അംഗങ്ങളാണ് ഈ കൂടെ കൂടിയിരിക്കുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? ഇതിനൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന NDA അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. നന്ദി, നമസ്കാരം.